ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇതേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ സ്റ്റൈലിലുള്ള നമ്മുടെ ക്രാബ് വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്, എന്നാൽ തയ്യാറാക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് എങ്ങനെയാണ് ഈ ഒരു ക്രാബ് റോസ്റ്റ് നല്ല ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്രാബ്, അതായത് ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാനിവിടെ തൊട്ട് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. അവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ 1 കിലോ ഞണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കാലും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിങ്ങനെ ഞണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ കുഞ്ഞു കാലുകളൊക്കെ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ 1 കിലോ ഞണ്ട് നമ്മളിവിടെ നന്നായി വൃത്തിക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 1-2 സാധനങ്ങൾ ചതച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി നമുക്ക് ഈ ഒരു സൈസിലുള്ള ഒരു ഇഞ്ചി കഷ്ണം വേണം. അത്യാവശ്യം കുറച്ച് വലിയ സൈസ് തന്നെയാണ്. ആ ഇഞ്ചി നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറില്ലേ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ നമ്മളൊരു 6-7 അല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കുന്നുണ്ട്. അതും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ചതച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു 1 ടീസ്പൂൺ നമ്മുടെ ഫെനൽ സീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3 കൂടെയാണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. ചെറിയുള്ളി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചതച്ചെടുക്കുന്നത് കേട്ടോ, ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 സ്റ്റേജിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഇത് ചതച്ചെടുക്കാത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ വലിയ ജീരകം കൂടെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഈ ഒരു പരുവത്തിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതായത് ഒത്തിരി അങ്ങോട്ട് വളരെ ചെറുതായിട്ട് ചതച്ചെടുക്കേണ്ട കാര്യമില്ല, ഒന്ന് ഇടിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ മിക്സിയിൽ ചേർത്തിട്ട് തന്നെ ചതക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് പകുതി ആകുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്കത് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഈ ഒരു ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു മൺചട്ടിയിലാണ്. എല്ലാവർക്കും അറിയാലോ, മൺചട്ടിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നന്നായിട്ട് കഴുകി ഞാനിവിടെ തുടച്ച് വെച്ചിട്ടുണ്ട്, ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി നമ്മളിത് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും നല്ല നാടൻ സ്റ്റൈലിലുള്ള വിഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ കയ്യിലില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ചെയ്യാം കേട്ടോ. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിപ്പം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വലിയ ജീരകം, ഇത് 3 കൂടെ ചതച്ചെടുത്തത് മുഴുവനായിട്ടും ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. കളറ് മാറാനൊന്നും നിൽക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും, ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ആ ചൂടങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് മൺചട്ടിയിൽ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചേർക്കുന്നത് സവാളയാണ്. 3 മീഡിയം സൈസ് ആയിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ചേർത്തിട്ട് കൊടുക്കാൻ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, റോസ്റ്റിൽ സവാള നല്ല പോലെ കുഴഞ്ഞിട്ടാണ് കിടക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും കട്ടിക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ കിട്ടൂല. അപ്പോൾ നന്നായിട്ട് തന്നെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതൊന്ന് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ വളരെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഈ സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു ചെറിയുള്ളി ചേർക്കേണ്ടത്. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ഒത്തിരി അങ്ങ് പൊടിയായിട്ടൊന്നും ചതച്ചെടുക്കരുത്. ചെറുതായിട്ട് ഈ ഒരു പരുവത്തിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് ഞാനൊരു 10-25ഓളം ചെറിയുള്ളി ഉണ്ട്. നമ്മൾ ഈ ഒരു ഞണ്ട് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സവാളയും അതുപോലെ തന്നെ ഈ ഒരു ചെറിയുള്ളി കൂടെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനിയിപ്പം ചെറിയുള്ളി കിട്ടാത്തവരാണെങ്കിൽ സവാള വെച്ച് മാത്രം ചെയ്യുക, കുറച്ചുകൂടെ കൂടുതലായിട്ട് സവാള എടുക്കുക. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ചെറിയുള്ളി കൂടെ ചേർക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് ഇതിലേക്ക് നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3-4 പച്ചമുളക്, എങ്ങനെയാണ് നിങ്ങളുടെ എരിവ് അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യുന്നൊന്നുമില്ല, നീളത്തിലിങ്ങനെ നെടുക പിളർന്നെടുക്കൂലേ ആ രീതിയിലാണ് പച്ചമുളക് ചേർക്കുന്നത്. കൂടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് കൂടെ ഈ ഒരു സമയത്തിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സവാളയും അതുപോലെ തന്നെ ചെറിയുള്ളി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇതിലേക്ക് ചേർക്കുന്ന എല്ലാം ഞാൻ കാണിക്കുന്നത് ടീസ്പൂണാണ് കേട്ടോ. ടീസ്പൂൺ എടുക്കുകയാണെങ്കിലും നിറച്ചെടുക്കുന്നുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതേ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ എരിവ് അത്യാവശ്യം വേണമെന്നുള്ളവർ നമ്മുടെ നോർമലായിട്ടുള്ള എരിവുള്ള മുളക് പൊടി തന്നെ എടുക്കാം. ഇതിപ്പം കാശ്മീരി മുളക് പൊടിയാണ്. 3 മുതൽ നമുക്കൊരു 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റോസ്റ്റിൽ നമ്മൾ കൂടുതലായിട്ടും ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 5 ടീസ്പൂണോളം മല്ലിപ്പൊടി നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ടീസ്പൂണാണ് കേട്ടോ പറയുന്നത്, ടേബിൾ സ്പൂൺ അല്ല. ഒരു ടീസ്പൂണിന് നല്ല നിറച്ച് തന്നെ എടുക്കുന്നുണ്ട്. 5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാല പൗഡർ വേണം. ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ചേർത്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ, അതല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു റോസ്റ്റിൽ നമ്മൾ എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളക് അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് തന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഈ പൊടികളൊന്നും കരിഞ്ഞു പോവാതെ നമ്മൾ മൂപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ മൺചട്ടിയിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു പുകമണം വരും പെട്ടെന്നായിട്ട് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറുതായിട്ട് ഇങ്ങനെ അടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഈ ഒരു സമയം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ അടി പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മൺചട്ടിയിൽ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുന്നവർ വെളിച്ചെണ്ണ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഈ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയിട്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല സൈസുള്ളൊരു തക്കാളിയാണ് നന്നായിട്ട് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ സവാള അരിഞ്ഞ പോലെ തന്നെയാണ് തക്കാളി നമ്മൾ അത്യാവശ്യം കനം കുറഞ്ഞ് തന്നെ നീളത്തിൽ അരിഞ്ഞിട്ടെടുത്തിട്ട് ചേർക്കുക. അതായത് ഇങ്ങനെ കട്ടിക്ക് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും വഴണ്ട് കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 2 എടുക്കുക. വളരെ ചെറുതാണെങ്കിൽ 3 തക്കാളി വരെ എടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ വഴറ്റി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റേജായിട്ട് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ഇത്ര കറക്റ്റ് ഉപ്പ് എന്നുള്ളത് പറയാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്റ്റേജായിട്ട് ഉപ്പ് ചേർക്കുന്നത് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുക, നമ്മുടെ എല്ലാവരുടെയും ഉപ്പിൻ്റെ ടേസ്റ്റ് ഒരേപോലെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി കൂടെ ചേർത്തിട്ട് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ 1 കിലോ ഞണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഞണ്ട് ചേർക്കുമ്പം ഇതിൻ്റെ കാലൊക്കെ ഇങ്ങനെ നീളത്തിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് വലിയ ചട്ടിയോ അതല്ലെങ്കിൽ വലിയ പാത്രമൊക്കെ എടുക്കുക കേട്ടോ, അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഇളക്കിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞണ്ടിൻ്റെ പീസസ് കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ നമ്മുടെ ഒരു റോസ്റ്റിൻ്റെ മസാലയായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു മസാല നന്നായിട്ട് ഇതിൽ പിടിച്ച് കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ കവർ ചെയ്തിട്ട് എടുക്കില്ലേ, മസാല വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുന്ന രീതി, ആ രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഞണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ 1-2 സ്റ്റേജായിട്ട് ഉപ്പ് ചേർത്തിയതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് മൈൻഡിൽ നോട്ട് ചെയ്തിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്റ്റേജിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം ആ ഒരു ഞണ്ടിൽ നിന്നും അതുപോലെ തന്നെ തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മൺചട്ടിയിൽ ചെയ്യുന്നവർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം തീയിലൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ മൺചട്ടി ആകുമ്പം ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, ഞണ്ടിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഈ ഒരു സ്റ്റേജിൽ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒതുക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് വീണ്ടും നമ്മളൊരു 3-4 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. അപ്പോൾ ഈ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ, അതല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഞണ്ടിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഞണ്ടിൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഞണ്ടാണ്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെയൊക്കെ നമുക്കിത് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ മൺചട്ടി കൂടെ ആയതുകൊണ്ട് ഞാൻ വളരെ ചെറിയ തീയിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ടൈം എടുക്കും. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്രാബിൻ്റെ പീസസൊക്കെ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ കുരുമുളകിൻ്റെ പൊടി, അത്യാവശ്യം നല്ല എരിവുള്ള കുരുമുളകിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണോളം, അതല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു 6-7 മിനിറ്റ് തന്നെ ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. നമ്മളിങ്ങനെ കൂടെ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം ഗ്രേവി ഉള്ളതുകൊണ്ട് അടി പിടിക്കൊന്നുമില്ല. അപ്പോൾ ഇതേ ഒരു 6-7 മിനിറ്റ് കൂടെ ഞാൻ ഇവിടെ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്രാബിൻ്റെ പീസസൊക്കെ ഓൾമോസ്റ്റ് തന്നെ കുക്കായിട്ടുണ്ട്. മാത്രമല്ല ഗ്രേവി ഒന്ന് വറ്റി വന്നിട്ട് ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നൊരു കണ്ടീഷനില്ലേ, അത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പം ഒരു പൊടിക്ക് ഉപ്പ് കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി വറ്റി കിട്ടണം, കാരണം നമ്മളൊരു റോസ്റ്റിൻ്റെ പരുവല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു കറിയുടെ പരുവൊക്കെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇതിലേക്ക് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ആ ഒരു കറി വേണമെന്നുള്ളവരുണ്ടല്ലോ, കുറച്ചുകൂടെ കൂടുതലായിട്ട് കറി വേണമെന്നുള്ളവർ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പം നമുക്ക് കഴിക്കാനുള്ളൊരു പാകത്തിനുള്ള വേവൊക്കെ നമ്മുടെ ക്രാബിൻ്റെ പീസസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടല്ലോ, നന്നായിട്ട് തന്നെ നമ്മുടെ ക്രാബിൻ്റെ പീസസൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിപ്പം ക്രാബ് റോസ്റ്റാണ് ചെയ്യുന്നത്. അതായത് കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി നമുക്ക് ഇതിനകത്തുനിന്നും വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് 1-2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടി പിടിക്കുന്നത് കേട്ടോ. നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം, കാരണം ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പം ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇനി കുക്ക് ചെയ്യണ്ട, കാരണം ഇതൊന്ന് ചൂട് പോയി കഴിയുമ്പം ആ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റി നിൽക്കും ഈ ഒരു ചട്ടിക്കകത്ത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജിൽ 1-2 പച്ചമുളകൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ നടുകെ പിളർന്നിട്ട് ഇട്ട് കൊടുക്കുക. കൂടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഫൈനലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടൊക്കെ അത്യാവശ്യം ഒന്ന് പോയി കഴിയുമ്പം നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ആ ഒരു ഗ്രേവി നമ്മുടെ ഞണ്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് ഒരു റോസ്റ്റിൻ്റെ പരുവത്തിൽ തന്നെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുക്ക് ചെയ്യേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കുക. എപ്പോഴാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ അതേപ്പോൾ നമ്മുടെ ക്രാബിൻ്റെ റോസ്റ്റ് നമ്മളിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലുള്ള ഗ്രേവിയൊക്കെ നന്നായിട്ട് നമ്മുടെ ക്രാബിൻ്റെ പീസസിൽ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു നാടൻ സ്റ്റൈലിലുള്ള ക്രാബ് റോസ്റ്റ് നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ടുള്ള പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ട്രൈ ചെയ്യുന്നവർ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ വന്നിട്ട് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എളുപ്പം തന്നെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.